നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് നിലവിലുള്ള 543 ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജനത്തിന്റെ പാതയിലേക്ക് പോവുകയാണ്. ഇതിന്റെ കൂടെ ഏകദേശം 170ഓളം സീറ്റുകൾ കൂട്ടിച്ചേർക്കും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ 710 720 സീറ്റുകളായി വർദ്ധിക്കാനാണ് സാധ്യത. നിലവിലെ 543ന്റെ കൂടെ ഏകദേശം 170ഓളം ലോക്സഭാ സീറ്റുകളുടെ വിഭജനം പൂർത്തീകരിക്കാനാണ് ഡീലിമിറ്റേഷൻ കമ്മിറ്റി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച് അതിൻ്റെ നൂലാമാലകളെല്ലാം മാറ്റിക്കൊണ്ട് കുറ്റമറ്റ രീതിയിൽ വിഭജനം പൂർത്തീകരിക്കും എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ അതിൽ നിരവധിയായ കേടുപാടുകൾ ഉണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ വിഭജിച്ചിരിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയപ്പെടുമ്പോഴും യഥാർത്ഥത്തിൽ പല ലോക്സഭാ മണ്ഡലങ്ങളിലെയും ജനസംഖ്യ ആനുപാതകം നോക്കുമ്പോൾ ഉദാഹരണമായി പറയാൻ കഴിയുന്നത് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലെ വിഭജനവുമായി ഉത്തർപ്രദേശിലെ ലോക്സഭാ മണ്ഡലങ്ങളെ താരതമ്യപ്പെടുത്താൻ കഴിയില്ല. കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ശരാശരി ജനസംഖ്യ 15 മുതൽ 17 ലക്ഷം വരെയാണെങ്കിൽ യു പിയിൽ അത് ശരാശരി 25 മുതൽ 28 ലക്ഷം വരെയാണ്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിലും ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള വിഭജനം പൂർത്തീകരിക്കപ്പെടുന്ന സമയത്ത് വ്യത്യാസം പല രൂപങ്ങളിലായി മാറും. തമിഴ്നാട്ടിൽ 39 ലോക്സഭാ സീറ്റുകളാണുള്ളത്. എന്നാൽ അവിടുത്തെ ജനസംഖ്യ 7.5 കോടിയാണ്. ബീഹാറിൽ 40 സീറ്റുകൾ മാത്രമാണുള്ളത്. എന്നാൽ ജനസംഖ്യ അവിടെ 10 കോടിക്ക് മുകളിലാണ്. ഇങ്ങനെ വരുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ അഡീഷണലായി കിട്ടുകയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ വലിയ തോതിൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള തത്രപ്പാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ കേന്ദ്ര മന്ത്രിസഭയും ചേർന്ന് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ടിയാൽ പ്രതിപക്ഷ മുന്നണിക്ക് എല്ലാവർക്കും പറയാനുള്ളത്. നമുക്കറിയാം, ഈ വിഷയത്തിൽ DMKയുടെ നേതാവായ MK സ്റ്റാലിൻ നടത്തിയ പോരാട്ടം ഐതിഹാസികം തന്നെയായിരുന്നു. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്റ്റാലിൻ ഇന്ത്യ മുന്നണിയുടെ കൂടെ കൂടി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നറിയിക്കുന്നു. മാത്രമല്ല, അവർ BJPയുമായി അടുക്കാനുള്ള സാഹചര്യമുണ്ടോ എന്ന അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് കൂട്ടുകൂടിയാലും വേണ്ടില്ല, അധികാരം നഷ്ടപ്പെടാൻ പാടില്ല. അതല്ലെങ്കിൽ വലിയ തോതിൽ അഴിമതിയിലൂടെ ഉണ്ടാക്കിയ സ്വത്ത് അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല. എന്തൊരു കുടില ബുദ്ധിയാണ്, കാഞ്ഞ ബുദ്ധിയാണ് സ്റ്റാലിനും മകനും ഉള്ളത് എന്ന് ഓർക്കണമേ. ഇവിടെ തമിഴക വെട്രിക്കഴകം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോൺഗ്രസ് അനിശ്ചിതകാല പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് കൊടുത്തിരിക്കുന്നത്.